ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഒരു വീഡിയോ വൈകുന്നേരം കാസർഗോഡ് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഉറുസുകളിലൊന്നായ പൈക്കം മണവാട്ടി മകാം ഉറുസിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോകളാണ്, അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വീലറിലാണ് പോകുന്നത്. അതിന് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ റോഡിൽ ഫുള്ള് ട്യൂബ് ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരാൾക്കാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. പിന്നെ ഇപ്പോൾ ഇരുട്ട് തുടങ്ങിയതുള്ളൂ, അതിനെക്കൊണ്ട് ആൾക്കാരൊക്കെ പോകുന്നതേ ഉള്ളൂ. ഇവിടെ കുറച്ച് ദിവസങ്ങളുണ്ട് കേട്ടോ പൈക്കം മണവാട്ടിയുടെ. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ എല്ലാ ദിവസങ്ങളും പോയിട്ടുണ്ടാവും. പിന്നെ ഇനി വൈകുന്നേരമൊക്കെ തിരക്ക് വരണത്രേ. ഇതാണ് ഇവിടുത്തെ റോഡിലുള്ള ആർച്ച് പൈക്കം മണവാട്ടി എന്നുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ ഇത്രയും ഓട്ടോ ഒന്നും വെക്കാറില്ല. ഈ മണവാട്ടിയുടെ ഇതായതുകൊണ്ടാണ് ഇത്രയും ഓട്ടോ വെച്ച്. അവിടെയുള്ള ആർച്ച് കയറുമ്പോൾ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. ഇതിലാണ് നമ്മൾ കയറി പോകുന്നത് വെലക്കം പള്ളിയുടെ അടുത്തേക്ക് കേട്ടോ. വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. ആൾക്കാർക്കൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിക്കി തിരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ ഇരുട്ടായി തുടങ്ങിയതുള്ളൂ, ആൾക്കാരൊക്കെ ഇനി വരണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് സർബത്ത് ഏരിയ ആണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് സർബത്ത് ഇട്ടും കസ്കസൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ പോവാണ്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. സ്റ്റേജിൽ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വരുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, എന്തോ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ പള്ളി. അത്യാവശ്യം നല്ലൊരു പള്ളിയാണ്, വലിയൊരു പള്ളിയാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയയിൽ 4 വീലേഴ്സും 3 വീലേഴ്സും 2 വീലേഴ്സൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കേട്ടോ. അവിടെയുണ്ട്, പിന്നെ മറ്റൊരു വശത്തും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ഉള്ളത് ചന്തകളാണ്. ഡ്രസ്സുകൾ, പിന്നെ കളിപ്പാട്ടങ്ങൾ. ഇതുണ്ടല്ലേ, ഏതെടുത്താലും 20 രൂപ. 90s 80s എന്നൊക്കെ പറയുന്ന പോലെ മിഠായികൾ ഏതെടുത്താലും 20 രൂപ. പഴയകാല മിഠായികൾ. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കുറേ ഭക്ഷണ ഹാളുകളുണ്ട് കേട്ടോ, സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇതൊരു ഹലുവ സ്റ്റാള്. ഹലുവ അതുപോലുള്ള സ്വീറ്റ്സ് കാര്യങ്ങൾ. ഇത് മാങ്ങ കീറിയിട്ട് ഉപ്പും മുളക് കിട്ടും. ടോയ്സ്, അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ഏരിയ. ലേഡീസിനുള്ള കമ്മലുകൾ, മാലകൾ, വളകൾ, പൊട്ടുകൾ, അങ്ങനെയുള്ള കടയാണ്. അവിൽ മിൽക്ക് ഏരിയ. പണ്ടുള്ള അവിൽ മിൽക്ക് ഏരിയയിലൊക്കെ അല്ലേ പൈസ കൊടുക്കണം. ഇപ്പോൾ എല്ലായിടത്തും ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എല്ലാമായി. ഇത് ജ്യൂസ് ഏരിയ ആണെന്ന് തോന്നുന്നു. മാംഗോ, കുൽക്കി, ടെൻഡർ കോക്കനട്ട് ജ്യൂസ്, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്തില്ലേ ബ്രോസ്റ്റഡ് ചിക്കൻ, മോമോസ്, ഷവർമ ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിവിടെയൊക്കെ ഇങ്ങനെ ഉത്സവങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് പരിപാടികളുള്ള എടുത്ത് ഇങ്ങനെ വയ്ക്കുന്നതാണെന്ന് ബ്രോസ്റ്റഡ് ഐറ്റംസൊക്കെ. ഇതെന്തോ ഫ്രൈ ചെയ്യാണ്. ഇത് ചിക്കനാണെന്ന് തോന്നുന്നു. ചിക്കൻ പൊരിച്ചിട്ട് കൊടുക്കുകയാണെന്ന് ഫ്രൈ ചെയ്തിട്ട്. കറക്റ്റായി അറിയില്ല, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ മസാലപ്പൂരി, ബേൽപൂരി, അങ്ങനെയുള്ള ഐറ്റംസ്, പാനിപ്പൂരി. അത് കഴിഞ്ഞ് ഹോട്ട് ചോക്ലേറ്റ്, അങ്ങനെ ഹോട്ടായിട്ട് കിട്ടുന്ന സാധനങ്ങൾ. ഗോബി മഞ്ചൂരിയനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഷോപ്പിൽ. മൊത്തം ഷോപ്പാണ്. ഇതൊരു കരിമ്പ് ഷോപ്പ്. പൈനാപ്പിള്, പിന്നെ ക്യാരറ്റ്, നെല്ലിക്ക, അങ്ങനെയൊക്കെ ഉപ്പിലിട്ടത്. പൊട്ടറ്റോ ടിസ്റ്റർ. ഇതൊരു ഐസ്ക്രീം സെക്ഷനാണ് കേട്ടോ. ഒറ്റ ഷോപ്പാണ് നീളത്തിലുള്ള, ഒരു 50 മീറ്റർ നീളത്തിൽ ഇത് തലേന്ന് തലയ്ക്ക് വരെ. ഇത് സ്കൂപ്പായിട്ട് കോണിൽ കൊടുക്കുന്നതാണ്. ബോക്സിലുള്ളത് കോൺ ഐസ്ക്രീം, കപ്പ്, ബോള്, ഇതൊക്കെയാണ് കോണിൽ കൊടുക്കുന്നത് സ്കൂപ്പായിട്ട്. അങ്ങനെ ഓരോ ഫ്രീസറിൽ ഓരോന്നായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.